ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാനൊരു മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. നമ്മുടെ 28ന് ടൈമിലൊക്കെ എടുത്തിട്ടുള്ള വ്ളോഗായിരുന്നു കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ടൈമും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഗാലറിയിൽ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 28ൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ ഡെയിലി യൂസിന് കുറച്ച് സംഭവങ്ങളും മേടിക്കാനാണ് നമ്മൾ പോണത്. അത്യാവശ്യം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇത് എൻ്റെ ഡെലിവറി ഞാൻ പറഞ്ഞില്ലേ 28നായിട്ട് നമ്മൾ ഒരു 5-6 ദിവസം മുന്നത്തെയോ അത്ര ആ ഒരു ടൈമിലെടുത്ത വ്ളോഗാണ് കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേച്ചേരിയാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്നൊരു 5-10 മിനിറ്റ് ഉള്ളൂ കേട്ടോ കേച്ചേരിക്ക്. കേച്ചേരി റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വന്നിട്ടുണ്ട്. ബാക്കി റോഡ് പണ്ടത്തെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. ഒരു 5:30 നേരത്താണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഉണ്ണീനെ നമ്മൾ ഫീഡ് ചെയ്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് പോയി തിരിച്ച് വരാനുള്ള പ്ലാനാണ് നമ്മളിട്ട് പോണത്. അപ്പോൾ നമ്മളൊരു 5:30 ആകുമ്പോൾ ജോയേട്ടൻ്റെ അടുത്ത് വണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പം ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. മിയൂസും അതുപോലെ തന്നെ അമ്മയും ഉണ്ണിയും വീട്ടിലാണുള്ളത്. അപ്പോൾ വേഗം പോയിട്ട് സാധനങ്ങൾ മേടിച്ച് വേഗം തന്നെ നമുക്ക് വീട്ടിലേക്ക് വരാം. ആ ഒരു പ്ലാനോട് കൂടിയിട്ടാട്ടോ നമ്മൾ പോണത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് മേടിക്കാനാണ് കേട്ടോ. നമുക്ക് ഈ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് എന്താ പറയുക ഹോളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്കത് വെക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് സ്റ്റാൻഡാട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇത്തിരി സ്ഥലം കുറവുള്ളത് കൊണ്ട് ഉള്ളിലല്ല പൊതുവെ വീട്ടിൽ ഒത്തിരി സ്ഥലം കുറവായതുകൊണ്ട് നമുക്ക് ഉണ്ണിയുടെ ഡ്രസ്സ് നമുക്ക് അത്യാവശ്യമാണ്. ഉണങ്ങി കിട്ടില്ല നമുക്ക്. അപ്പോൾ ഉണ്ണിയുടെ ഡ്രസ്സെന്ന് ഉദ്ദേശിക്കുന്നത് ഉണ്ണിയുടെ മുണ്ടുകൾ കേട്ടോ. മീൻസ് താഴെ ഉടുക്കുന്ന മുണ്ട് നമുക്ക് ഉണങ്ങി കിട്ടില്ല പെട്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ മേടിക്കാനാട്ടോ ഫസ്റ്റ് പോണത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയില്ല എവിടെ അത് കിട്ടുക സ്റ്റാൻഡ്. ഇപ്പോൾ ഡ്രസ്സൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് സ്ഥലങ്ങളൊക്കെ അറിയാം. ബാക്കി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ജോയേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ ഒരു കടയിലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകൾ മീൻസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണ്ണിയുടെ ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പോണത് കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ ഉണ്ണിക്കും ചേച്ചിക്കും എനിക്കും കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ കീച്ചേരി തന്നെയാണ് കേട്ടോ, അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് പോണത്. നമ്മൾ കയറിയ വഴിക്ക് കണ്ടത് നമ്മുടെ ഉണ്ണികളുടെ ഫ്രോക്സാണ് കേട്ടോ കണ്ടത്. എനിക്ക് ഫസ്റ്റായിട്ട് തോന്നിയത് ഇനി അങ്ങോട്ട് ഞാൻ ഫോക്കസ് ചെയ്യണത് ബോയ്സിൻ്റെ ഡ്രസ്സായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ ഇതുപോലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ റീൽസിൽ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിൻ്റെ അമ്മമാർ ഇതുപോലെ തന്നെ ഗേൾസിൻ്റെ ഇങ്ങനെ ഫ്രോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അതുപോലെയാവും. അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ബേബി ബോയ് ആയി എന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ആ സംഭവത്തിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എനിക്ക് മറ്റേ റീല് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലടാ, കുറച്ചും കൂടി കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് അത്. എനിക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ടൈമിൽ ഞാൻ പോയപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഉണ്ണിയോൾക്കുള്ള ഫസ്റ്റ് ഞാൻ അവൻ്റെ ഉള്ള ഡ്രസ്സുകൾ കുറച്ച് മേടിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് മേടിക്കാം എന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ചോദിച്ചു. നമുക്കറിയുണ്ടായിരുന്നില്ല അവിടെ ബേബീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നറിയും. ബേബീസിൻ്റെ എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ആയിട്ടുള്ള പിള്ളേരുടെ ഉണ്ടാവുമോ എന്നെനിക്കറിയുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും കയറി ചോദിക്കാം. പിന്നെ ഫ്രോക്സും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മേ ബി വേണമെങ്കിൽ ഉണ്ടാവാം എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബേബീസിൻ്റെ ഒഴിച്ച് മറ്റേതിനൊക്കെ നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക ചുരിദാർ ടോപ്സ് സംഭവങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ ടോപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റും അത്ര വലിയ റേറ്റൊന്നും അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പ് കാണുമ്പോൾ റേറ്റ് ഇത്ര ഉള്ളൂ എന്ന് നമുക്ക് തോന്നിക്കുന്ന ടോപ്സ് നമ്മൾ കണ്ടു കേട്ടോ അവിടെ.
അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് ഇതുപോലത്തെ നമ്മുടെ 28-ന് മുന്നേ നമ്മൾ അവനെ ഇടിയിപ്പിക്കുന്നത് വൈറ്റ് ആയിട്ടുള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇടിയിപ്പിക്കുകയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് കേട്ടോ 2-3 മേടിക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം വിചാരിച്ചു വൈറ്റ് മേടിക്കണോ അതുപോലെ തന്നെ കളർ മേടിക്കണോ, എന്തെങ്കിലും വൈറ്റ് കുറച്ച് 2-3 ഉണ്ട് എങ്കിൽ പോലും നമുക്കത് മേടിക്കണോ എന്നൊരു ഡൗട്ടായി. എങ്കിലും ഞാൻ വൈറ്റിൽ പെട്ട ഒരു 2-3 ടോപ്പാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഈ ഒരു സംഭവം കയ്യിലേക്ക് ഇടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവൻ്റെ കൈ എപ്പോഴും വായിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും അങ്ങനെ ചെയ്യും, പിള്ളേരങ്ങനെ ഉണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ അവൻ്റെ നഖമുണ്ടല്ലോ, നഖം നന്നായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് കൂറും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അവൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മേടിക്കാൻ ഉദ്ദേശിച്ചത് ക്യാപ്പാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ക്യാപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സോഫ്റ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റുന്ന ക്യാപ്പുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. പിന്നെ ഉള്ളത് മറ്റേ ഇതുപോലെ കിറ്റിൽ ഫുൾ സെറ്റ് വരില്ലേ, ബേബീസിൻ്റെ സെറ്റ് വരുന്ന അതിൽ മാത്രം കേട്ടോ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ടർക്കിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അപ്പുറത്ത് മീസയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പും ഫ്രോക്സും കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട്. ചേട്ടനോട് ചോദിച്ചിട്ട് ഈ കളർ മതിയോ, ആളുടെ കൂടി സജഷൻ നോക്കണമല്ലോ. അവൾക്ക് സത്യം പറയാൻ ഏത് ടോപ്പായാലും അല്ലെങ്കിൽ ഏത് മോഡലായാലും അവൾക്ക് ചേരും കേട്ടോ. അവൾക്ക് ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ അവൾക്ക് ഫ്രോക്സാണ് ഉള്ളത്. എങ്കിലും അവൾക്ക് എനിക്ക് തോന്നുന്നു ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അവൾക്ക് സൈസ് ഒരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും കുറേ ഡ്രസ്സ് കിട്ടിയത് കൊണ്ട് കുറേ ഡ്രസ്സ് കെടുക്കുന്നുണ്ട് അവൾക്ക്. എന്താ പറയുക, കൊള്ളാത്തത് കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അവൾക്ക് കുറേ ഡ്രസ്സുകൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ മേടിച്ചത് ടർക്കിയാണ് കേട്ടോ. ടർക്കി നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ടർക്കി എപ്പോഴും നമ്മൾ ടർക്കിയിലാണ് അവനെ പൊതിഞ്ഞ് കിടത്തുന്നത്. കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടു, അവനിങ്ങനെ കുട്ടികളെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കിടത്തി കഴിഞ്ഞാൽ അവർ കുറേ നേരം കിടന്നുറങ്ങും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടർക്കി മേടിക്കാമെന്ന് വിചാരിച്ചു. അത് 2-3 ഉണ്ട്. നമ്മളിപ്പോൾ ചേച്ചി ഒരെണ്ണം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരെണ്ണം മേടിച്ചു. അങ്ങനെ 2-3 ടർക്കിയും കാര്യങ്ങളും അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് ടർക്കി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3. പക്ഷേ നമുക്കിപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടീനെ എന്താ പറയുക, ടർക്കിയിലല്ലാണ്ട് ഇടാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ടർക്കി മേടിക്കാം എന്ന് വിചാരിച്ച് നമ്മളൊരു ടർക്കി മേടിച്ചു. പിന്നെ നമ്മൾ അവനെ മേടിച്ചത് ഒരു ഷൂ മേടിച്ചു. പിന്നെ തോർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങും. സംഭവം കുഞ്ഞ് തോർത്താണ്, വേണമെങ്കിൽ ഉണങ്ങുമൊക്കെ ചെയ്യും. എന്നാലും നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ ദേ മ്യൂസിനെ മേടിച്ചത് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. കളർ നല്ല രസമുണ്ട് കേട്ടോ അവൾക്ക് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മേടിച്ചത് അവൾക്ക് ജീൻസിൻ്റെ ഒരു കളറിൽ വരുന്ന ഒരു ടോപ്പും ഒരു പാൻറ്റോ അങ്ങനെ എന്തൊരു സംഭവം കേട്ടോ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മേടിച്ചത് 2-3 ഫീഡിങ് ടോപ്പുകളാണ് കേട്ടോ, വീട്ടിലിടാൻ പറ്റിയത്. എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ആകെ ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഞാൻ പോകണമെന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഫീഡിങ് ടോപ്പ് വീട്ടിലിടുന്നത് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 ഫീഡിങ് ടോപ്പ് ഞാൻ വെച്ചാൽ സിബ് ടൈപ്പാണ് കേട്ടോ. 2 സൈഡ് സിബ്ബല്ല, സെൻറ്ററിൽ മാത്രം സിബ്ബായിട്ടുള്ള 2-3 ടോപ്പാട്ടോ. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് വേറെ കളറിലാണ്. പക്ഷേ എന്താ പറയുക, അതിന് സിബ് ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു ടോപ്പ് കണ്ടിട്ട്, ഒരു റെഡ്, ഈ ഒരു ടോപ്പ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എടുക്കാൻ പറ്റില്ല. കാരണം ഫീഡിങ് ടോപ്പ് അല്ലല്ലോ. അതുകൊണ്ട് ഞാനിത് എടുത്തില്ല കേട്ടോ. എനിക്ക് ആ ഒരു വർക്കും അതുപോലെ കോളർ ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇട്ടൊക്കെ നോക്കി, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അവനെ ഫീഡ് ചെയ്തേ പറ്റൂ. പിന്നെ അതേ ഈ ഒരു ടോപ്പ്, ഇതും ഫീഡ് ചെയ്യണ ടോപ്പല്ല, എങ്കിൽ പോലും ചേച്ചി എടുത്തപ്പോൾ ഞാനത് എടുത്തു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതേ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പലചരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഫീഡിങ് ടോപ്പല്ല, സാധാരണ ഒരു നോർമൽ ടോപ്പ്.
ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു മറ്റേ കോട്ടും നെറ്റിൽ വരുന്ന ഒരു കോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേച്ചിയും ഇതിൻ്റെ സെയിം മെറ്റീരിയൽ അല്ല, സെയിം മോഡൽ നമ്മൾ കളർ ചേഞ്ച് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ നെക്സ്റ്റ് മേടിച്ചിട്ടുള്ളത് ഈ ഒരു നൈറ്റിയാണ്. ഇതൊരു നൈറ്റിയാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നത്, സെൻറ്ററിൽ നമുക്ക് സിബ് വരുന്ന ഒരു മോഡൽ, നമുക്ക് ഫീഡ് ചെയ്യാൻ എളുപ്പത്തിനുള്ളതാട്ടോ. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മേടിച്ചു മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക ഷൂ ആണ് കേട്ടോ അവന് വേണ്ടി മേടിച്ചത്. ഇത് ഇപ്പോൾ കൊള്ളില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളുമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടൊക്കെ നോക്കി, പക്ഷെ അവനിപ്പോൾ കൊള്ളില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതേ നെക്സ്റ്റ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ 28-ന് വേണ്ടിയിട്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലിയാൻ്റെ നൂലുകെട്ടിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഞാൻ 28-ന് മേടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ് മുണ്ട്. ഇത് കേച്ചേരിയിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. അത് ഏതാ ഷോപ്പെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുണ്ടും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ സ്റ്റിക്കറല്ല, മീൻസ് ഒട്ടിക്കണ ടൈപ്പ് അല്ല, സാധാരണ ഒരു മുണ്ടാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചി മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടോ. ഐറ്റംസ് മീൻസ് നമ്മുടെ മ്യൂസിൻ്റെ ഒരു ഡ്രസ്സാണ്, ഉടുപ്പാണ്. അതിൻ്റെ ഒപ്പം അവൾ ഇട്ടിട്ടുള്ള ആ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫ്രോക്ക്, ഈ ഒരു ഫ്രോക്കും അതുപോലെ തന്നെ ഈ ഒരു മറ്റേ ജീൻസിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സുമാണ് കേട്ടോ. അതിൻ്റെയും ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അവൾക്ക് ചേരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.